അഭൗതിക മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? മലക്കുകളോ ജിന്നുകളോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാൽ തന്നെ മുശ്രിക്കാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളെ സുല്ലമി പറയുന്നത്. ശബാബിൽ കേട്ടോളിങ്ങൾ, ഇക്കഴിഞ്ഞ ജനുവരി 12 ശബാബ് മറഞ്ഞ വഴിക്കുള്ള ഭയമാണത്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളും നിയന്ത്രണവും കൂടി ഇല്ലാതായാൽ മാത്രമാണ് കാര്യകാരണ ബന്ധം മുറിയുന്ന രംഗം അല്ലെങ്കിൽ അഭൗതിക മാർഗം. ഇക്കഴിഞ്ഞ ശബാബിൽ പോലും അയാൾ ഇത് തന്നെ എടുത്തെഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇയാൾ പറയുന്നതിന്റെ എന്താ അറിയുകള്? ഒരിക്കലെങ്കിലും പിശാച് നമ്മളെ സഹായിക്കുന്നു വിചാരിച്ചാൽ അതോടുകൂടി നമ്മൾ മുശ്രിക്കാവുന്ന. എന്നാൽ വല്ലവനും മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ അല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു, ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു, എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പോ മലക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജിന്നുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കില്ല, ഏതെങ്കിലും മനുഷ്യനെ സഹായിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു എന്നാണ് ശബാബ് 2006 ഡിസംബർ 22 ഇയാൾ പറയുന്നത്. എന്നാ സുഹൃത്തുക്കളെ, അങ്ങനെ ശിർക്കാകുമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സൂറത്ത് റഅദിലെ 11ാമത്തെ ആയത്ത് ഞങ്ങള് ഈ ഡിസംബറിലക്കം ഇസ്ലാഹിൽ അത് എടുത്തു കൊടുത്തിരുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം അമാനി മൗലവിയുടെ വാള്യം 2, അത് റഅദ് 11. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. അമാനിമോലിന്റെ പരിഭാഷ അയ്യൂബ് നബിന്റെ കാര്യത്തിൽ മാത്രം പോരല്ലോ, ഇതുകൂടി നിർത്തി നോക്കിങ്ങള്. മുഅഖിബാത്ത് എന്ന വാക്കിന് ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ എന്നാണ് ഇമാം ബുഖാരി അർത്ഥം ഉദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകാര്യമായതുമായ അർത്ഥവും അതുതന്നെ. കണ്ടോ, ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് പല ഹദീസുകളിലും അറിയപ്പെട്ടതും ചില ഖുർആൻ വചനങ്ങൾ മനസ്സിലാക്കാവുന്നതുമാകുന്നു. എന്നിട്ട് ഇങ്ങനെ മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു. മനുഷ്യന്റെ മുമ്പിലും മലക്ക് സെക്യൂരിറ്റി, പിന്നെ മന്ത്രിക്കൊക്കെ പോകുമ്പല്ലേ പൈലറ്റും എസ്കോർട്ടും, ഒരു പോലീസ് ചീഫ് മുമ്പിൽ ഒരു പോലീസ് ചീഫ് ബാക്ക് എന്ന മാതിരി നമ്മളെ സെക്യൂരിറ്റിക്ക് അള്ള മലക്കുകളെ നിർത്തിയിരിക്കണോ. കേട്ടോളൂ, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന്, മനുഷ്യൻ, പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. കണ്ടോ, ജിന്നിന് നമ്മളെ രക്ഷിക്കാൻ, പ്രാണികൾ ഇഴജന്തുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ, മറ്റു മനുഷ്യന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മലക്ക് എല്ലാവർക്കും കാക്കാൻ വേണ്ടിയുണ്ട്. അവയിൽപ്പെട്ട വല്ലതും, അതായത് ജിന്നോ മനുഷ്യനോ ഇഴജന്തുക്കളോ വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാത്തിനോടും ആ മലക്ക് പിന്നോക്കം പോവുക എന്ന് പറയാതിരിക്കുകയില്ല. ഇനിയും കേട്ടോളി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു, ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി മഹാന്മാരുടെ പ്രസ്താവന മനസ്സിലാക്കാമല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, കിണറ്റിൽ വീഴുമ്പോ, ഒരു വെട്ടിനെ നമ്മളതിൽ പൊളിഞ്ഞു വീഴുമ്പോ ഇതിനൊക്കെ കാക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സുല്ലമിന്റെ ലോകത്തും ഈ മടവൂരികളുടെ ലോകത്തും ശൈത്താൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓലിക്കാൻ അതിന്റെ പിന്നാലെ നടക്കണേ. ശൈത്താൻ മാത്രമല്ല, ഇവിടെ മലക്കുകളുണ്ട്. മനുഷ്യനെ രക്ഷിക്കാൻ, ശൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റു മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ സെക്യൂരിറ്റി ആയിട്ട് മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി തന്നെ പറയാണ്. മാത്രമല്ല, ഞാൻ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചില്ലേ QLS-ന്റെ പുസ്തകത്തില് കവികളെ സഹായിക്കുന്നത് പിശാചാണ്. ചില കവികൾക്ക് ഇങ്ങനെ കേട്ടെഴുതി കൊടുക്കും പോലെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെയാണ് വൃത്തികെട്ട കാവ്യങ്ങളും ചിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ടാകുന്നത്. വേണ്ട സുഹൃത്തുക്കളെ, ഈ സുല്ലമിന്റെ പരിഭാഷയിൽ എന്താ പറഞ്ഞത്? ഖുർആനിന്റെ വെളിച്ചം. അയാളെ പുതിയ പരിഭാഷ, മറ്റൊക്കെ ഇരുട്ട, ഇപ്പൊ വെളിച്ചം കൊണ്ടതാണ്. ബാല്യം 2
അതിൽ പറയുന്നു, മലക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നു അള്ളാഹു മനുഷ്യനു വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഈ കാരണത്താൽ അവരെ വിളിച്ചു തേടുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. നേരത്തെ ഇവിടെ നോട്ടീസിൽ എന്താ പറഞ്ഞത്? സഹായിക്കുന്നു എന്ന് പറഞ്ഞാ പിന്നെ വിളിച്ചു തേടാന്ന് വേറെ പറയേണ്ടതില്ല. അത് പറഞ്ഞാ വൈരുദ്ധ്യാണ് അല്ലേ? സക്കരിയ പറയുന്നു മലക്കുകൾ സഹായിക്കുന്നു, ജിന്നുകൾ അതുപോലെ തന്നെ മനുഷ്യനെ സഹായിക്കുന്നു, അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട് ശൈത്താന്മാര്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വിളിച്ചു തേടിക്കൂടെ? ഇപ്പൊ നേരത്തെ ഞാൻ പ്രസംഗിച്ചപ്പോ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അങ്ങനെയാണ് ഇപ്പൊ മലക്കുകൾക്ക് ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ നമുക്ക് ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ജിന്നുകളെ നമ്മൾ ആജ്ഞാനുവർത്തികളാക്കി തന്നിട്ടില്ല. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ജിന്ന് ഈ കല്ലൊന്നവിടെ കൊണ്ടുപോയിട്ടാ, ജിന്നെ ഈ മരം ഒന്ന് കുഴക്കിട്ട എന്ന് പറയാൻ സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നണോ? നമുക്ക് അങ്ങനെ ചെയ്യാം? നമുക്ക് അങ്ങനെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. മനുഷ്യന്മാരോട് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. പക്ഷെ ജിന്നുകളെ സഹായത്തിന് വിളിക്കാൻ നമുക്ക് അവരെ കാണാനോ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താനോ സാധ്യമല്ല. പിന്നെ ജിന്നിൽപ്പെട്ട ശൈത്താന്മാരെ ഈ ജ്യോത്സ്യന്മാരും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയണതോ, അത് ജിന്നുകൾക്ക് ശൈത്താന്മാർക്ക് ഇഷ്ടപ്പെട്ട കുഫറും മറ്റൊക്കെ ചെയ്താൽ അവർ ചില്ലറ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം. അവരെ ദാസ്യവൃത്തിക്ക് കിട്ടുന്നില്ല. സർവന്റിനെ പാതിരി വിചാരിച്ചൊക്കെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഇവർ കുറെ കുഫറും ചിർക്കും ചെയ്യുമ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് അവന്റെ കൈവപ്പെട്ട ചില സംഗതികൾ അവൻ എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. സാഹിറും സിഹിർ ചെയ്യുന്നവനും ശൈത്താനും തമ്മിലെ കോൺട്രാക്റ്റാ സിഹിർ. കാരണം നീ ഇന്നവനെ പോയി ഉപദ്രവിക്കണം എന്ന് ശൈത്താന് ഒരു കൽപ്പന കൊടുക്കുമ്പോ ശൈത്താൻ പോയിട്ട് ഉപദ്രവിക്കും. ഓ അതൊക്കെ നിങ്ങൾ പറയല്ലേ. ഏതാ സാധനം? അൽ ഇസ്ലാഹ് മാസിക. ഈ മാസത്താണ്. എന്തൊരു ആവേശത്തിൽ അത് പ്രചരിപ്പിക്കലേ. അബ്ദുസ്സലാം സുല്ലമി, ചീഫ് എഡിറ്റർ. ഈ പുസ്തകത്തിന്റെ 27-ാമത്തെ